മരണദൂതും പേറി 2019 അവസാനത്തോടെ ലോകത്തെ ഗ്രസിച്ച കോവിഡ് മഹാമാരിയുടെ ആഘാതത്തിൽ നിന്ന് ഇന്നും സമ്പദ് വ്യവസ്ഥകൾ പൂർണ്ണമായും മുക്തമായിട്ടില്ല. ഒട്ടുമിക്ക ബിസിനസ്സുകളും തകർച്ചയെ നേരിട്ടു. എന്നാൽ തിരിച്ചടിയെ അവസരമാക്കിയ ചില ബിസിനസ്സുകൾ വിജയം എത്തിപ്പിടിച്ചു. കോവിഡ് കാലത്തെ ഇത്തരമൊരു വമ്പൻ വിജയകഥയാണ് ബംഗളൂരു ആസ്ഥാനമായ മൈക്രോ ലാബ്സിന്റെ ഡോളോ 650. 18% വിപണി വിഹിതവുമായി ക്രോസിനായിരുന്നു അതുവരെ പനിമരുന്ന് വിപണിയിൽ മുന്നിൽ. തലവേദന വന്നാൽ സാരിഡോൺ മാത്രം. 500 മില്ലിഗ്രാം പാരസെറ്റമോൾ ടാബ്ലറ്റുകൾ അടക്കി വേണം മരുന്ന് വിപണിയിലേക്കാണ് മൈക്രോ ലാബ്സ് 150 ഗ്രാം പാരസെറ്റമോൾ കൂടി അധികമായി ചേർത്ത് ഡോളോ 650 തയ്യാറാക്കിയത്. ഉറവിടമറിയാത്ത പനിക്കുള്ള ഉത്തമ മരുന്ന് എന്നതായിരുന്നു ഡോളോയുടെ മാർക്കറ്റിംഗ് വേദവാക്യം. പരസ്യങ്ങൾ നൽകാതെ ഡോക്ടർമാരെ നേരിൽ കണ്ടായിരുന്നു മാർക്കറ്റിംഗ്. കോവിഡ് കാലത്ത് ചികിത്സ ദുഷ്കരമായപ്പോൾ ഡോക്ടർമാർ ഡോളോ 650 രോഗികൾക്ക് നൽകി തുടങ്ങി. വാട്സാപ്പുകളിൽ പ്രചരിച്ച പ്രിസ്ക്രിപ്ഷനുകളിലെ അവിഭാജ്യ ഘടകമായി ഡോളോ. ഒരു പ്രിസ്ക്രിപ്ഷൻ കൊണ്ട് 9 കുടുംബങ്ങൾ മരുന്ന് വാങ്ങിയ കാലം. 2019 പ്രതിവർഷം 7.5 കോടി ഡോളോ സ്ട്രിപ്പുകൾ വിറ്റെടുത്തതെന്ന് 2021 ആയപ്പോഴത്തേക്കും പ്രതിവർഷ വിൽപ്പന 14.5 കോടി സ്ട്രിപ്പുകളായി. വരുമാനം 25%, ലാഭം 244% കുതിച്ചു. ക്രോസിൻ ഇക്കാലത്ത് 23 കോടി രൂപ മാത്രം നേടിയപ്പോൾ ഡോളോയുടെ ലാഭം 307 കോടി രൂപയായിരുന്നു. അതേ മരുന്ന്, അതേ കൂട്ട്, വ്യത്യാസം മാർക്കറ്റിംഗ് സൈക്കോളജിയിൽ മാത്രം. ഡോക്ടർമാരുടെ വിശ്വാസ്യതയാണ് ഡോളോ കൂട്ടുപിടിച്ചത്. മഹാമാരിക്കാലത്ത് ഈ വിശ്വസ്തത നിർണായകമാവുകയും ചെയ്തു. 90കളിൽ ബംഗളൂരുവിൽ ഒരു വാടക വീട്ടിൽ കഴിഞ്ഞിരുന്ന സുരാന കുടുംബം ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നരായ 100 കുടുംബങ്ങളിൽ ഇടം പിടിച്ചതിന് പിന്നിൽ ഡോളോയുടെ മാജിക്കുണ്ട്.